വെൽക്കം ടു fatnessfirst. Happiness is homemade. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓണം ഡയറീസിലെ മൂന്നാമത്തെ വിഭവവുമായി വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കേബേജ് വറവാണ്. അത് ഓണത്തിന് സദ്യക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കേബേജ് വറവിലേക്ക് ആവശ്യത്തിനുള്ള കേബേജ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേബേജ് നല്ല നൈസായി നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ കേബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടെ കൊത്തി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഒരു പച്ചമുളക്, 2 പച്ചമുളക്. അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഉള്ളി കുഞ്ഞിയായി അരിഞ്ഞത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴച്ചെടുക്കാം. എല്ലാം കൂടെ കുറച്ച് ടൈം വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേബേജും കുറച്ച് ഒരു 1/4 കഷ്ണം ക്യാരറ്റും ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഗ്രീൻ പീസാണ്. അത് നേരത്തെ വേവിച്ചെടുത്ത് വെച്ചതാണ്. അത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. വെള്ളമൊക്കെ അതിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കറക്റ്റ് വേവായിരിക്കണം, കൂടുതൽ വെന്ത് പോകരുത്. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. കേബേജ് പെട്ടെന്ന് കുക്കായി കിട്ടും. ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ചതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിലുള്ള വെള്ളം, നമ്മൾ കേബേജിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അളവുണ്ടാകും, അതൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൈ എടുക്കാതെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാനോ കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ് മതിയാവും. അത് നല്ലവണ്ണം ഒന്ന് കൈ എടുക്കാതെ ഹൈ ഫ്ലെയിം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിരകിയ തേങ്ങയാണ്. ആ ടൈമിൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഈ തേങ്ങയും ഇതൊക്കെ കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം മിക്സ് ആക്കുമ്പോൾ നമുക്ക് വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് 1 മിനിറ്റ് നേരം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഈസിയായി പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു വറവാണ് കേബേജ് വറവ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, നമ്മുടെ കേബേജ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത പാടെ ടോപ്പിട്ട് അടച്ച് വെക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം മാത്രമേ വറവ് മൂടി വെക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ കേബേജ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ബൈ ബൈ.